ഹായ് മിച്ചവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ അത് ഇന്നലെ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഞാനിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ക്യാരറ്റും ഇത് ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് ഒരു കിണ്ണം കാഴ്ച ഐറ്റമാണ്. എങ്ങനെയെന്നല്ലേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ആദ്യം ഞാൻ നമ്മളെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തോലൊക്കെ ചെത്തി വെച്ച് കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റും പുറമേയുള്ള തോലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലതുപോലെ കഴുകിയെടുത്ത് കേട്ടോ. ഇനി നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കുഞ്ഞു എന്ന് പറഞ്ഞാൽ നീളത്തിനാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന ഒരു ഷേപ്പിനാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എങ്കിലും കട്ട് ചെയ്തു. അടുത്തത് ഒരു ബൗൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൗൾ സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മളിത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ. ഇനി നമുക്ക് എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അനുസരിച്ച് ഒരു മുളക് ഞാൻ എടുത്തിട്ടുണ്ട്, പച്ചമുളക്. അതുപോലെ നിങ്ങളും ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് മസാലയാണ്, നമ്മളെ എന്താ പറയുക, ഗരം മസാലയാണ്. അതിനുശേഷം കോൺഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മളെല്ലാം ഒരു സാധാ ഒരു കണക്കിനാണ് അങ്ങ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ള മെയിനായിട്ടുള്ള ഐറ്റം 2 കോഴിമുട്ട വേണം കേട്ടോ നമുക്കിതിലേക്ക്. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക, വെള്ളം ചേർക്കരുത്. അപ്പോൾ ഈ കോൺഫ്ലവറിലും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയിലും എല്ലാത്തിലും വേണം ഇത് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ആ കണക്കിന് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊന്ന് മാറ്റി കേട്ടോ, ബൗളിൽ നിന്ന് മാറ്റി ഇച്ചിരി ഒരു വലിയൊരു പാത്രം സെറ്റ് ചെയ്തു, അതിലേക്ക് ഇട്ടു കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനത് ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. അപ്പോൾ മറു സൈഡിൽ കൂടെ എൻ്റെ പരിപാടിയാണ് കേട്ടോ ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ തന്നെ കുഴച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് ഇതിനെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, തീയൊക്കെ കത്തിച്ച് സെറ്റായി നല്ലപോലെ ചൂടായി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാൻ കണക്കിനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഇപ്പോഴത്തെ വില എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പിശിക്കാൻ നിൽക്കേണ്ട ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് ഇത് എണ്ണ നല്ല ചൂടായി നല്ലതുപോലെ തിളച്ച് തുടങ്ങി കേട്ടോ എണ്ണ. അപ്പോൾ നമുക്കിനി ഇതേപോലെ കുറേശ്ശെ എടുത്ത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ പലർക്കും ഒരു സംശയം കാണും, ഇതിങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിൽ നിന്നിങ്ങനെ മാറി വേർതിരിഞ്ഞ് പോകുമെന്ന് അതായത് ഈ ഓരോരോ കുഞ്ഞു കുഞ്ഞു പീസായിട്ടല്ല നമ്മൾ വെച്ചിരിക്കുന്നത്, അതെല്ലാം കൂടെ കുഴച്ചതാണല്ലോ. അപ്പോൾ അതങ്ങനെ ഇളകി പോകുമെന്നൊക്കെ ഒരു സംശയം കാണും. പക്ഷേ പോകത്തില്ല കേട്ടോ, നല്ല സെറ്റാണ് ഇത്. ഞാനത് മറിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല രസമാണ് കേട്ടോ കഴിക്കാനൊക്കെ. അപ്പോൾ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ കഴിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ, വലിയവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് വല്ല ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സെറ്റായിരിക്കും. ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് സോസും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു കട്ടനൊക്കെ ഉണ്ട് കേട്ടോ, അതും നമ്മളിതിനോട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനെ മാത്രം ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒരു അടിപൊളി കേട്ടോ, എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഐറ്റം ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെ ചെയ്ത് കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പല രീതിയിലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ ഐറ്റംസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് സെറ്റാക്കി റെഡിയാക്കി വെച്ച് കേട്ടോ. ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും വെച്ചുകൊണ്ടൊക്കെ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അതായത് നമ്മളെ കുഞ്ഞു മക്കൾക്ക് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, കിട്ടില്ല സാധനമാണേ. അപ്പോൾ വീഡിയോ നമ്മളത് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. അതുവരെ ബൈ.